നമസ്കാരം. പ്രധാന വാർത്തകൾ. IPS തലപ്പത്ത് വൻ അഴിച്ചുപണി. മേധാവികൾക്കടക്കം മാറ്റം. ജില്ലാ പോലീസ് മേധാവിമാരെ ഉൾപ്പെടെ മാറ്റി. ആകെ 11 പേർക്കാണ് മാറ്റം. കൊല്ലം റൂറൽ പോലീസ് മേധാവിയായി നിലവിലെ ഇടുക്കി ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപിനെ നിയമിച്ചു. കൊല്ലം റൂറലിൽ നിന്ന് സാബു മാത്യുവിനെ ഇടുക്കിയിലേക്കും നിയമിച്ചു. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി VG വിനോദ് കുമാറിനെ മാറ്റി പോലീസ് ആസ്ഥാനത്ത് AIG ആയി നിയമിച്ചു. R ആനന്ദാണ് പുതിയ പത്തനംതിട്ട SP. അരുൾ RB കൃഷ്ണയെ പോലീസ് ബറ്റാലിയൻ DIG ആയി മാറ്റിയിട്ടുണ്ട്. എറണാകുളം വിജിലൻസ് SP ശശിധരനെ പോലീസ് അക്കാദമിയിലേക്ക് മാറ്റി. കരിപ്പൂരിൽ വൻ കഞ്ചാവ് വേട്ട. യാത്രക്കാരിൽ നിന്ന് 23.5 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടി. പയ്യന്നൂർ സ്വദേശിയായ മസൂദയെ കസ്റ്റംസ് പ്രിവന്റീവ് കസ്റ്റഡിയിലെടുത്തു. അബുദാബിയിൽ നിന്നുള്ള യാത്രക്കാരിയായിരുന്നു മസൂദ. തായ്ലൻഡിൽ നിന്ന് അബുദാബി വഴിയാണ് 23.5 കിലോഗ്രാം കഞ്ചാവ് കൊണ്ടുവന്നതെന്നാണ് വിവരം. ബാഗേജിൽ ഒളിപ്പിച്ചാണ് മസൂദ കഞ്ചാവ് കൊണ്ടുവന്നത്. റംബുട്ടാൻ തൊണ്ടയിൽ കുടുങ്ങി 1 വയസ്സുള്ള കുട്ടിക്ക് ദാരുണാന്ത്യം. പെരുമ്പാവൂരിലാണ് ദാരുണ സംഭവം നടന്നത്. മരുതുക്കുവലയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഇടുക്കി സ്വദേശി ആതിരയുടെ മകൻ അവ്യക്താണ് മരിച്ചത്. മുത്തശ്ശിക്കൊപ്പം കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞ് കയ്യിൽ കിട്ടിയ റംബുട്ടാൻ വിഴുങ്ങുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രി എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. അതിശക്തമായ മഴ. 2 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കോട്ടയത്ത് ഭാഗികം. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ 2 ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പൂർണ്ണമായും, ഒരു ജില്ലയിൽ ഭാഗികമായും നാളെ അവധി. ഇടുക്കി, എറണാകുളം ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രൊഫഷണൽ കോളേജുകൾക്കും അവധി ബാധകമാണ്. കോട്ടയം ജില്ലയിലെ 3 താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി നൽകിയിട്ടുണ്ട്. കോട്ടയം, കാഞ്ഞിരപ്പള്ളി, മീനച്ചിൽ താലൂക്കുകൾക്കാണ് അവധി. നാളെ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് അവധി പ്രഖ്യാപനം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടിമകളായി ജീവിക്കാൻ ആൺകുട്ടികളെ കിട്ടില്ല. യൂത്ത് കോൺഗ്രസ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വിമർശനം. മുണ്ടക്കൈ ദുരിതബാധിതർക്കുള്ള ഫണ്ട് പിരിവ് കർശനമാക്കിയതിൽ യൂത്ത് കോൺഗ്രസിൽ എതിർപ്പ്. സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്ത യൂത്ത് കോൺഗ്രസ് വയനാട് ക്യാമ്പിലാണ് എതിർപ്പുയർന്നത്. ഈ മാസം 31-നകം 2.5 ലക്ഷം രൂപ അടയ്ക്കാൻ നിയോജകമണ്ഡലം കമ്മിറ്റികൾക്ക് രാഹുലിന്റെ നിർദ്ദേശമുണ്ടായി. തുടർന്ന് യൂത്ത് കോൺഗ്രസ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ രാഹുലിനെതിരെ രൂക്ഷ വിമർശനമുണ്ടായി. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടിമകളായി ജീവിക്കാൻ പെൺകുട്ടികളെ കിട്ടില്ലെന്നും നട്ടല് പണയം വെച്ചവരെ കിട്ടുമായിരിക്കുമെന്നും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വിമർശനമുണ്ട്.